ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഒന്നിനു പുറകെ ഒന്നായി നീതി നിഷേധിക്കാം. എന്നെ ഈ എൻക്വയറിയിൽ പങ്കെടുപ്പിച്ചില്ല, എന്നെ മീൻസ് അതിജീവിതയെ അവരെ കേട്ടില്ല. ഞാൻ അതെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെറ്റീഷൻ കൊടുത്തു, അത് അനുവദിച്ചില്ല. എനിക്ക് എൻക്വയറി റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു, അത് അനുവദിച്ചില്ല. ഞാൻ ഹൈക്കോടതി പോകേണ്ടി വന്നു. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞു, അതും തന്നില്ല. ഞാൻ അതിൽ പറയുന്നത് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അതോറിറ്റിയാണ്, അതിനെനിക്ക് അപ്പീൽ പോകാനുള്ള റൈറ്റുമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്തോരം കോസ്റ്റ്ലി ആണെന്ന്. ഈ കുട്ടിനെ പിന്നെയും 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 നീതി നിഷേധിക്കുന്ന ഈ രീതി, അത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന രീതിയല്ല. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അത് റിജക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഹൈക്കോടതി പോവാം, സീനിയർ അഭിഭാഷകനെ കൊണ്ടുവരേണ്ടി വരിക. അവർക്ക് ലക്ഷങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു വിക്ടിം, ആ വിക്ടിമിനെ കൊണ്ട് കാശും കൂടി ചെലവഴിക്കുകയാണ് നിങ്ങൾ. അവള് നടന്ന് നരകിക്കട്ടെ എന്ന് കരുതി ആ ഇന്റൻഷനോട് കൂടി ചെയ്ത ഒരു ക്രൈമിന്റെ തുടർച്ച ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വേദനാജനകമാണ് കേരള സൊസൈറ്റിയെ സംബന്ധിച്ച്. അത് ആ കുട്ടിയുടെ വേദനയല്ല, ഞാനും താനും അടങ്ങുന്ന ഈ സൊസൈറ്റിയുടെ ടോട്ടൽ വേദനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നല്ല പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചൂട് ഇപ്പോഴേ അറിഞ്ഞേനെ. ഞാൻ അതേ പറയാം, ഇത് തോന്നിവാസമാണ് ചെയ്യണത്. Debate with M.V. Nikesh Kumar.